ഇനി നമ്മൾ ഈ ഏതുതരം ചാരിറ്റി ആണെങ്കിലും ഏതുതരം സാമൂഹ്യ പ്രവർത്തകനാണെങ്കിലും തന്നെയും അതിനൊപ്പം തന്നെ ഉണ്ടാവുന്ന ഒരു സംഗതിയാണ് വിവാദം. വിവാദം എന്തായാലും ഉണ്ടാവും. വിവാദങ്ങൾ ഒഴിച്ചു നിർത്തുക എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ കയ്യിലുള്ള സംഗതിയല്ല. പക്ഷെ അതിൽ വ്യക്തത വരുത്തുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഒരു സോഷ്യൽ മീഡിയ വഴി ഇത്തരം പ്രചാരണങ്ങൾ, അതായത് മരിച്ച ആളുകളിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളിൽ നിന്ന് അനാവശ്യമായിട്ട് കുറേ കാശുകൾ വാങ്ങുന്നു, ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തകർ അടിച്ചുകൊണ്ട് പോകുന്നു എന്ന രീതിയിലുള്ള പ്രചാരണം വളരെ ശക്തമായിട്ട് നടക്കുന്നു. ചില ആളുകൾ പേരുകൾ പറയുന്നുണ്ട്, ചില ആളുകൾ പേര് പറയുന്നില്ല. സ്വാഭാവികമായിട്ടും നമ്മൾ ഈ മേഖലയിൽ നിൽക്കുമ്പോൾ നമ്മളെ തന്നെ സ്വാഭാവികമായിട്ട് ഇവാലുവേറ്റ് ചെയ്യും. അങ്ങനൊരു വിവാദം വന്നപ്പോൾ കുറേ പ്രതികരണങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിൽ കിടപ്പുണ്ട്. എന്നാൽ പോലും ഒന്നുകൂടെ ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുകയാണ്, അത്തരം വിവാദങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങളോട് എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നതെന്ന് പറയാൻ പറ്റും? അത് 100% നല്ലൊരു ചെയ്യുന്ന ആളിൽ എതിർപ്പുണ്ടാവും. പക്ഷെ എന്നോട് ആരും എതിർക്കില്ലായും ഈ ഒരു 2 വ്യക്തികളെ എതിർത്തിയുള്ളൂ. ഞാൻ അവരോട് അന്നും ഇന്നും ചോദിക്കുന്നതാണ്. ഒരാദ്യം പറഞ്ഞു, നിങ്ങൾ വീഡിയോ കണ്ടില്ല, അതെ ആദ്യം പറഞ്ഞ 600 ദിർഹം പെട്ടിട്ടു പറഞ്ഞേ.